ആലപ്പുഴയിലെ CPI സംസ്ഥാന സമ്മേളനത്തിൽ ഇപ്പോൾ ദീപശിഖ തെളിയിക്കുന്ന ചടങ്ങ് നടക്കുകയാണ്. നമ്മൾ ആലപ്പുഴയിലേക്ക്. ഇപ്പോൾ CPI സംസ്ഥാന സമ്മേളനം ഏറ്റവും നല്ല രീതിയിൽ സംഘടിപ്പിക്കുന്നുവെന്ന CPI കേന്ദ്ര കമ്മിറ്റി അംഗം കെ പ്രകാശ് റാവു പറയുന്നുണ്ടായിരുന്നു. അരുൺ രാജ് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അരുൺ രാജ്, അവിടെ നടക്കുന്ന ചടങ്ങുകളുടെ കൂടുതൽ വിവരങ്ങൾ. ആലപ്പുഴയിലെ വലിയ ചുടുകാലിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണം ഇപ്പോൾ സമ്മേളന നഗരിയിലേക്ക് എത്തുകയാണ്. വനിതാ പ്രവർത്തകരാണ് ഇത്തവണ ഈ ദീപശിഖയുമായി ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. സമ്മേളന നഗരിയിൽ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഈ ജാഥയ്ക്ക് സ്വീകരണം നൽകിക്കൊണ്ട് ഈ ദീപശിഖ പ്രയാണം ഈ ജാഥയെ സ്വീകരിച്ചുകൊണ്ട് അവിടെ സമ്മേളന നഗരിയിൽ ദീപശിഖ സ്ഥാപിക്കും. ഇപ്പോൾ സമ്മേളന നഗരിയിലേക്ക് എത്തുകയാണ്. നാടകീയതകൾക്കെല്ലാം ഒഴിവിൽ മറ്റ് പ്രശ്നങ്ങളില്ലാതെ സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും, സംഘടനാ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് സംസ്ഥാന സമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്നത്. CPIയുടെ മുതിർന്ന നേതാക്കളടക്കമുള്ളവർ ഇപ്പോൾ സമ്മേളന നഗരിക്ക് പുറത്ത് ഈ ദീപശിഖ പ്രയാണത്തെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ വനിതാ പ്രവർത്തകരാണ് ദീപശിഖയുമായി ഈ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത്. ഇവിടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബിനോയ് വിശ്വം ഈ ദീപശിഖ ഏറ്റുവാങ്ങും. തുടർന്ന് സമ്മേളന നഗരിയിൽ ഇത് സ്ഥാപിക്കും. ഇതിനുശേഷം CPIയുടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവ് ഈ പാർട്ടി പതാക ഇവിടെ ഉയർത്തും. ഇതിനുശേഷമായിരിക്കും ഔദ്യോഗികമായ സംഘടനാ നടപടികൾ ആരംഭിക്കുക. പൊതുസമ്മേളനം CPI ജനറൽ സെക്രട്ടറി D രാജ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഉദ്ഘാടന സെക്ഷൻ പൂർത്തിയായാൽ തൊട്ട് പിന്നാലെയായിരിക്കും സംഘടനാ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും അടക്കം അവതരിപ്പിക്കുക. ഉച്ചയ്ക്ക് ശേഷം സംഘടനാപരമായ നടപടിയിലേക്ക് കടക്കും എന്നുള്ളതാണ് നിലവിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. CPIയുടെ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോൾ ഈ സമ്മേളന നഗരിക്ക് പുറത്ത് ഈ ദീപശിഖ പ്രയാണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പാണ്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ ദീപശിഖ പ്രയാണത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ സമ്മേളന നഗരിയിൽ ഇപ്പോൾ ദീപശിഖ ഇപ്പോൾ സ്ഥാപിക്കുകയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആലപ്പുഴയിൽ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ദീപശിഖ പ്രയാണം അവിടെ എത്തിക്കഴിഞ്ഞു. അല്പസമയത്തിനകം ദീപശിഖ സമ്മേളന നഗരിയിൽ എത്തിക്കഴിഞ്ഞു. ദീപശിഖ ബിനോയ് വിശ്വമാണ് ദീപം കത്തിക്കുന്നത്. സമ്മേളന നഗരിയിൽ നിന്നുള്ള ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ദീപം പകരുന്ന ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ഇതോടെ സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമാകുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. അരുൺ രാജ് വീണ്ടും ചേരുകയാണ്. അരുൺ രാജ്, യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കർക്കശമായി വിമർശിക്കുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിമർശനങ്ങൾ ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന ഒരു സമയത്താണ് ഈ ആലപ്പുഴ സംസ്ഥാന സമ്മേളനം നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം. പറയൂ വിവരങ്ങൾ. വിമർശനങ്ങൾക്ക് ഒടുവിലാണ്. കാരണം CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിൽ ഏറ്റവും ഉയർന്നുകെട്ട ഈ പ്രവർത്തന റിപ്പോർട്ടിലും സംഘടനാ റിപ്പോർട്ടിലും അടക്കം ഉയർന്നുകെട്ട വിമർശനങ്ങളിലൊന്ന് സർക്കാരിന്റെ തിരുത്തൽ ശക്തിയായി CPI മാറുന്നില്ല എന്നുള്ളതായിരുന്നു. ആ കാര്യങ്ങളടക്കം ജില്ലാ സമ്മേളനങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് കടക്കുന്നത്. ഇപ്പോൾ കാരണം ഈ CPI എല്ലാ കാലത്തും ഒരു തിരുത്തൽ ശക്തിയായി നിന്നു. കാനൂനിന്റെ കാലഘട്ടത്തിലായാലും അതിന് മുമ്പായാലും എല്ലാം അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ബിനോയ് വിശ്വത്തിന്റെ കാലഘട്ടത്തിൽ അത്തരം വിമർശനങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു CPIയുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന വിമർശനം. ഇതിനെല്ലാം മറുപടി പറയേണ്ട അവസ്ഥ കൂടി ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്ക് എത്തും. കാരണം അദ്ദേഹം സംസ്ഥാന കൗൺസിൽ തെരഞ്ഞെടുത്ത ഒരു സംസ്ഥാന സെക്രട്ടറിയാണ്. ഒരു മുഴുവൻ സമയം അല്ലെങ്കിൽ പാർട്ടിയുടെ പരമാധികാരമുള്ള ഒരു സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തണമെങ്കിൽ സമ്മേളനം തിരഞ്ഞെടുക്കണം. അത്തരമൊരു കടമ്പയിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ആദ്യമായിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൽ സെക്രട്ടറിയായി ബിനോയ് വിശ്വം എത്തുന്നത് എന്നുകൂടി പ്രത്യേകതയുണ്ട്. ഈ ബിനോയ് വിശ്വം ഈ സംസ്ഥാന സമ്മേളനത്തിൽ ഔദ്യോഗികമായി സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നതോടെയാണ് ഈ പരമാധികാരമുള്ള സെക്രട്ടറി പദത്തിലേക്ക് അദ്ദേഹം എത്തുക. ഇക്കാര്യങ്ങളിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾ, പാർട്ടിയുടെ കീഴ്ഘടകങ്ങളിലും മറ്റു സമ്മേളനങ്ങളിലും ഉയർന്ന വിമർശനങ്ങൾ, അതിന് ഏത് തരത്തിലുള്ള മറുപടിയാകും സംസ്ഥാന കമ്മിറ്റിയിൽ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവുക എന്നുള്ളത് കാണേണ്ടി വരും. പോലീസിനെതിരായ വിമർശനം അത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾക്ക് നിരത്തിന് ഇടയാക്കിയിരുന്നു. അതിൽ CPIയുടെ നിലപാട്, CPI ഇക്കാര്യത്തിൽ എടുക്കാൻ പോകുന്ന അഭിപ്രായം, ഇതെല്ലാം തന്നെ കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നുണ്ട്. സർക്കാരിന് തന്നെ ഏറ്റവും നല്ല തിരുത്തൽ ശക്തിയായി മുന്നോട്ട് പോകുന്നു CPI എന്നുള്ളതായിരിക്കും ഈ സമ്മേളനത്തിലൂടെ CPIയുടെ നേതൃത്വം മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം. ഇപ്പോൾ ഈ പാർട്ടി സമ്മേളന നഗരിയിൽ ഇപ്പോൾ പതാക ഉയർത്തുന്ന
പതാക ഉയർത്താൻ പോവുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ഓക്കെ, ഇപ്പോൾ CPI സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി ആലപ്പുഴയിൽ പതാക ഉയർത്തൽ ചടങ്ങ് നടക്കാൻ പോവുകയാണ്. വളരെ പ്രൊഫഷണലായിട്ട് സംഘടിപ്പിച്ച ഒരു സംസ്ഥാന സമ്മേളനമായിരിക്കും ഇതെന്നാണ് പൊതുവെ പ്രവർത്തകർ അവകാശപ്പെടുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കാണാം. CPIയുടെ സംസ്ഥാന മന്ത്രിമാർ ആരായ ER അനിൽ, അതുപോലെ P പ്രസാദ് എന്നിവരും അവിടെ എത്തിയിട്ടുണ്ട്. സത്യൻ മൊകേരിയാണ് ഈ സമ്മേളനം നിയന്ത്രിക്കുക. അദ്ദേഹത്തിന് കൺവീനറായ പ്രസിഡിയമായിരിക്കും ഈ സമ്മേളനം നയിക്കുക. ഉച്ചയ്ക്ക് ശേഷം രാഷ്ട്രീയ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അവതരിപ്പിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.